നമസ്കാരം. ഞാൻ ഡോക്ടർ തൃഷ്ണ, മെഡിക്കൽ ഡയറക്ടർ, സമത്വം ബോഡി മൈൻഡ് ആൻഡ് സോൾ ക്ലിനിക്, നാച്ചുറോപ്പതി മെഡിക്കൽ സെന്റർ. നമ്മളിൽ എല്ലാവർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത തലേദിവസം കിടക്കുന്നത്. എൻ്റെ അമ്മൂമ്മയുടെ കാര്യമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഒരു 80-ആം വയസ്സിലും പുള്ളിക്കാരി രാവിലെ എഴുന്നേറ്റ് ചിട്ടയോടെ കാര്യങ്ങൾ ചെയ്യും. ഭയങ്കര എനർജറ്റിക് ആണ്. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഈവൻ ഒരു ടീനേജേഴ്സിൽ പോലുമുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ രാവിലെ എഴുന്നേൽക്കുമ്പം ഒന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷമില്ല, അല്ലേ? എന്താണിത്? ഫെറ്റീഗ്, വല്ലാത്ത ക്ഷീണം. അപ്പോൾ പലപ്പോഴും നമ്മൾ രാത്രി മുഴുവൻ ഉറങ്ങുന്നുണ്ട്, നമുക്ക് എന്താ പറയുന്നത്, ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നു. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഫെറ്റീഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്ന് നമുക്ക് ഫിസിക്കൽ ഫെറ്റീഗ്, അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ക്ഷീണം. അത് കൂടാണ്ട് ഒരു മെൻറ്റൽ ഫെറ്റീഗും ഉണ്ട്. അതിന് ഞാൻ നല്ലൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ പലപ്പോഴും ഒരു ദിവസം ലീവാന്നിരിക്കട്ടെ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ മുതൽ ഇങ്ങനെ ആലോചിച്ച് കൂട്ടും, അല്ലെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നതിനെക്കാട്ടിലും ക്ഷീണമായിരിക്കും നമ്മൾ വെറുതെ ഇരിക്കുന്ന ദിവസം. കാരണം നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റിയോ മെൻ്റൽ ആക്ടിവിറ്റിയോ എന്താണെങ്കിലും പലപ്പോഴും നമുക്ക് എന്താ പറ്റുന്നത്? ഒരു എക്സോഷൻ, ഒരു ക്ഷീണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു, ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ. എന്താണ് ഇതിൻ്റെ റീസൺ? പലപ്പോഴും പല റീസൺസ് ഉണ്ടാകാം, എങ്കിലും വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി. പ്രത്യേകിച്ച് സ്ത്രീകളിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് ക്ഷീണമായിട്ടായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അതിന് കാരണം എന്താണ്? ഒന്ന്, നമുക്ക് ആർത്തവ സംബന്ധമായിട്ടുള്ള എക്സസീവ് ബ്ലീഡിങ്, ഒരുപാട് രക്തം പോകുന്നുണ്ടെങ്കിൽ അത് അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകാം. 2, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ആവശ്യത്തിന് അയൺ ഇല്ലെങ്കിൽ, അല്ലേ? പലപ്പോഴും ഇപ്പം പെൺകുട്ടികളെല്ലാം പിക്കി ഈറ്റേഴ്സാണ്, വണ്ണം വെക്കരുത്, അപ്പോൾ ഡയറ്റൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, കുറേ പേര് ഇൻറ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിന് ആവശ്യത്തിന് ചിലപ്പോൾ ന്യൂട്രിയൻസ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവിടെ നമുക്ക് അയണിൻ്റെ ഒരു ഡെഫിഷ്യൻസി വരാം. മൂന്നാമത്തെ കാര്യം, നമുക്ക് ദഹന പ്രക്രിയ കറക്റ്റ് അല്ലെങ്കിൽ, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിക്കും ഡൈജസ്റ്റ് ചെയ്ത് അത് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അവിടെ നമുക്ക് ഡൈജഷനിൽ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വരാം. അത് നമ്മുടെ അയൺ ഡെഫിഷ്യൻസിക്ക് കാരണമാകാം. ഇനി ഏറ്റവും കോമൺ ആയിട്ട് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് വിരശല്യം, അല്ലേ? ഒരുപാട് കുട്ടികൾക്കും ഉണ്ട് വിരശല്യം, ഈവൻ അഡൽട്സിനും ഉണ്ടാകാം. കുട്ടികൾക്ക് ഓഫ് കോഴ്സ് നമ്മൾ ഗവൺമെൻറ് പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാ 6 മാസവും നമ്മൾ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് വലുതാകുമ്പോൾ ഒരു അഡൽട്ട്, അത് യങ് അഡൽട്സിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് 6 മാസം ഒന്നും നോക്കി ചെയ്യാറില്ല. അപ്പം സ്വാഭാവികമായിട്ടും വിരശല്യം നമുക്ക് കോമൺ ആണ്. അതും ഈ അയൺ ഡെഫിഷ്യൻസിക്ക് ഒരു കാരണമാകും. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ക്ഷീണത്തിൻ്റെ ഒരു മേജർ കാരണം അയൺ ആയിരിക്കാം, അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം. കാരണം നമുക്ക് അയൺ ഉണ്ടെങ്കിലേ നമുക്ക് ഓക്സിജനെ എടുത്തുകൊണ്ട്, അല്ലാതെ കോശങ്ങൾക്ക് RBCക്ക് ഓക്സിജനെ ക്യാരി ചെയ്ത് കോശങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ, എന്നാലേ എനർജി പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അയൺ ഡെഫിഷ്യൻസി വൺ ഓഫ് ദ മേജർ കോസസ് ആണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയാണ്. ഈ B12ഉം അയണിനെ പോലെ തന്നെ ഈ RBCയുടെ സൈസും അതിൻ്റെ പ്രവർത്തനത്തിനെല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സൈനക്കോബെലാമിൻ എന്നാണ് വൈറ്റമിൻ B12. അപ്പോൾ അതിൻ്റെ ഒരു അഭാവം ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് ക്ഷീണമായിട്ടായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഈ B12 ഡെഫിഷ്യൻസിക്ക് വേറെ കുറച്ച് സിംറ്റംസ് നമ്മൾ ചിലപ്പോൾ കാണിക്കും. നമുക്ക് ഈ കൈകാല് തരിക്കുക, അല്ലെങ്കിൽ ഒരു എനർജി ലെവൽസ് വളരെ തീരെ കുറഞ്ഞു പോവുക, ഇതൊക്കെ ചിലപ്പം വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയുടെ ലക്ഷണമാണ്. അപ്പോൾ B12 അഗെയിൻ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ദഹന പ്രക്രിയ ശരിയല്ലെങ്കിൽ അത് ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന എങ്ങനെയാട്ടെ, ലോ സ്റ്റമക്ക് ആസിഡ് ഉള്ളവർക്ക്, അതായത് പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് പൊളിച്ചത് കിട്ടുന്നു, അല്ലെങ്കിൽ വയറിനകത്തൊരു ബുദ്ധിമുട്ട്, ഗ്യാസ് കെട്ടുന്നവർക്കൊക്കെ മിക്കവാറും വൈറ്റമിൻ B12 ഡെഫിഷ്യൻ്റ് ആയിരിക്കും. ഇപ്പോൾ വളരെ കോമൺ ആണ്, വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ നോൺ വെജിറ്റേറിയൻസ് ആയിക്കോട്ടെ. മൂന്നാമത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്, നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക്, എന്തിനാ ജീവിതത്തിൽ കടക്കേ വേണ്ട, കുട്ടികൾക്കേ ഭയങ്കര സ്ട്രെസ്സാണ്. നമ്മളിപ്പോൾ കുട്ടികൾക്ക് ചോദിക്കുകയാണ്, എന്താടാ എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ല, എനിക്ക് സ്കൂളിൽ പോകണ്ടെന്നാണ് മിക്ക കുട്ടികളും ആദ്യം തന്നെ പറയുന്നത്. കാരണം അവിടെ ഒരുപാട് ഹോംവർക്ക് ഉണ്ട്, ഒരുപാട് പഠിപ്പിക്കുന്നു, സ്ട്രെസ്സാണ്. അപ്പോൾ ഈ ക്രോണിക് സ്ട്രെസ്, ഒരുപാട് കാലമായി നീണ്ടു നിൽക്കുന്ന സ്ട്രെസ്സ് എന്ത് ചെയ്യും? നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം മൊത്തം ആക്ടിവേറ്റഡ് ആവും. അപ്പോഴാണ് നമുക്ക് ഹൃദയത്തുടിപ്പ് കൂടുന്നത്, നമ്മൾ വിയർക്കുന്നത്, അല്ലേ? ഭയങ്കര നമ്മുടെ മസിലൊക്കെ ഇങ്ങനെ ടെൻസപ്പ് ഒക്കെ ആവുന്ന ആ സമയത്താണ്. പക്ഷേ ഇത് നിരന്തരം എല്ലാ ദിവസവും നമ്മൾ അനുഭവിക്കുമ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയിൽ നിന്നാണ് കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണൊക്കെ റിലീസ് ചെയ്യുന്നത്, സ്ട്രെസ് ഹോർമോൺസ്. അപ്പോൾ അഡ്രീനൽ ഗ്രന്ഥിക്ക്
എല്ലാ ദിവസവും ആക്ടിവേറ്റഡായി അതിനെ റിലാക്സ് ചെയ്യാനൊരു അവസരം കിട്ടുന്നില്ല. അപ്പോൾ ഒരു അഡ്രീനൽ ഫെറ്റീഗ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് പോകും. എന്താണ് അഡ്രീനൽ ഫെറ്റീഗ്? കാലാകാലങ്ങളായി നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ടായി, സ്ട്രെസ് റെസ്പോൺസ് ചെയ്ത് അവസാനം ഇന്ന് സ്ട്രെസ്സിനെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോഴാണ് നമ്മൾ ഭയങ്കര ക്ഷീണം നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്ത് പറ്റും? ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ശരീരത്തിനും മനസ്സിനും പ്രതികരിക്കാൻ പറ്റാണ്ടാവും. നിങ്ങൾ പലവരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെടാറില്ലേ? നമ്മൾ ഒരുപാട് വഴക്കുണ്ടാക്കി സോൾവ് ചെയ്യാൻ നോക്കിയ പ്രശ്നങ്ങൾ കുറച്ചുള്ള കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ആവട്ടെ. നമ്മൾ അവെയർ ആയിട്ട് ചെയ്യുന്നത് ഇറ്റ്സ് ഓക്കെ. പക്ഷെ പലപ്പോഴും ഒരു അഡ്രീനൽ ഫെറ്റീഗിലേക്ക് നമ്മൾ എത്താറുണ്ട്. അപ്പം ക്രോണിക് സ്ട്രെസ് ഒരു മേജർ കാരണമാണ്. ഇനി മൂന്നാമത്തെ ഒരു കാരണം ഫെറ്റീഗിൻ്റെ അല്ലെങ്കിൽ ക്ഷീണത്തിൻ്റെ, പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫങ്ഷൻസും നോർമലായിട്ട് നടക്കാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഉണ്ട്. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ എല്ലായിടത്തും എത്തുന്നില്ല അല്ലേ? പല ആൾക്കാർക്കും ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിരന്തരം ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ വിചാരിക്കും പണ്ടൊന്നും നമുക്ക് ഈ പ്രശ്നം ഇല്ലായിരുന്നല്ലോ, ഇപ്പം എവിടെ നിന്ന് ഈ യുദ്ധം വന്നതെന്ന്. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെല്ലാം ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. നമ്മൾ ശ്വസിക്കുന്ന വായു, നമുക്കിപ്പോൾ ഡൽഹിയിലെ കേസ് തന്നെ അറിയാം, ആൾക്കാർക്ക് ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുക, അത്രയ്ക്ക് ടോക്സിക് ആണ്. അപ്പോൾ നമുക്കുണ്ട് ആ എക്സ്പോഷർ എല്ലാം, പക്ഷെ അവരുടെ അത്രയും മോശമല്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലുള്ള പൊല്യൂട്ടൻസ് അല്ലേ, പലപ്പോഴും ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, പല കമ്പനികളിലും വേസ്റ്റ് ഒഴുകിപ്പോകുന്ന നമ്മുടെ റിവേഴ്സിലെ നദികളിലേക്കാണ്. അപ്പം ഇതെല്ലാം നമ്മൾ എക്സ്പോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം? എന്നും ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കണം അല്ലേ? കാരണം മാലിന്യങ്ങൾ അടിയും തോറും നമ്മൾ എല്ലാ ദിവസവും അത് വൃത്തിയാക്കണം. അപ്പം നമ്മുടെ കരളിൻ്റെ പ്രവർത്തനമാണ് നമ്മുടെ രക്തത്തിൽ നിന്നും നമ്മുടെ ദഹനത്തിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിലൂടെ എല്ലാം വരുന്ന ഈ മാലിന്യങ്ങളെ നീക്കം ചെയ്യുക എന്നുള്ളത്. അപ്പം പലപ്പോഴും ഇതിൻ്റെ ഓവർലോഡ്, എപ്പോഴും മാലിന്യങ്ങൾ അടിയുമ്പോഴത്തേക്ക് അത് നിരന്തരം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ നമുക്ക് ക്ഷീണമായിട്ട് അത് അനുഭവപ്പെടും. കാരണം ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. വേറൊരു കാരണം വൃക്കകളുടെ പ്രവർത്തനം ശരിയല്ലെങ്കിൽ. കാരണം ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കരൾ ഇതിനെ ക്ലിയർ ചെയ്തു, കോൺജുഗേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ഈ വിഷാംശങ്ങളെല്ലാം നിർവീര്യമാക്കി നമ്മുടെ മലത്തിലൂടെ മൂത്രത്തിലൂടെയൊക്കെ കളയാൻ നോക്കുന്നു. മറ്റേ സൈഡിൽ കിഡ്നി, നമ്മുടെ വൃക്കകളും ഈ പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഫിൽട്രേഷൻ അല്ലേ, നമ്മൾ ഒരു അരിപ്പ മാതിരിയാണ് നമ്മുടെ കിഡ്നി. അപ്പം മാലിന്യങ്ങളെല്ലാം, രക്തത്തിലുള്ള മാലിന്യങ്ങളെല്ലാം അരിച്ച് അത് നമ്മുടെ മൂത്രത്തിലൂടെയും എല്ലാം കളയാൻ നോക്കുന്നു. അപ്പം ഈ പ്രവർത്തനങ്ങൾ പ്രോപ്പറായിട്ട് നടക്കുന്നില്ലെങ്കിൽ അപ്പോഴും നമുക്ക് ക്ഷീണമായിട്ട് അത് ഭവിക്കും. വേറൊരു വളരെ കോമൺ ആയിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യം എന്നാൽ സ്കിന്നിന് പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലേ, ഒരുപാട് കുട്ടികൾക്ക് മുഖക്കുരു വരുന്നു, ശരീരത്തിൽ ചൊറിച്ചില്, തടിപ്പ് എല്ലാം വരാറുണ്ട്. അപ്പം സ്കിന്നാണ് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. അപ്പൊ സ്കിന്നിൽ നമ്മൾ വിയർപ്പ് ശരിക്കും നടക്കുന്നില്ല. ആ വിയർപ്പിന്റെ ഒരു എന്താ പറയുക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സിന്തറ്റിക് കോട്ടൺ അല്ലാത്ത, ലിനനും നാച്ചുറൽ ഫൈബർ അല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ എന്ത് പറ്റും? ഈ വിയർപ്പ് നമ്മുടെ ശരീരത്തിൽ തങ്ങി നിൽക്കും. അപ്പോൾ തങ്ങി നിൽക്കുമ്പം അതിലുള്ള മാലിന്യങ്ങൾ തിരിച്ച് അബ്സോർബ് ചെയ്യാനും നമ്മുടെ പോർസ് ഓപ്പൺ ആവത്തില്ല. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള എല്ലാ പാത്തും ബ്ലോക്ക് ആവും. അപ്പം അതും നമ്മുടെ ഒരു ടോക്സിക് ഓവർലോഡ് നമ്മുടെ ശരീരത്തിൽ വരും. അപ്പം കഴിക്കുന്ന ഭക്ഷണത്തിൽ ടോക്സിൻസ് ഉണ്ടാകാം, നമ്മുടെ കരൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, വൃക്കകൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല, ഈവൻ നമ്മുടെ സ്കിന്നും ശരിക്കും പ്രവർത്തിക്കുന്നില്ല. വേറൊന്ന് എന്താണ്? നമ്മുടെ ശ്വസനക്രിയ. പലപ്പോഴും നമ്മൾ ശ്വസിക്കുന്നതൊക്കെ കറക്റ്റ് അല്ല, മിക്കവരുടെയും ബ്രീതിങ് കറക്റ്റ് അല്ല. അവിടെയും നമുക്ക് കുറേ മാലിന്യങ്ങൾ പുറത്തേക്ക് കളയാൻ പറ്റും അല്ലേ? നമ്മൾ ശ്വസിക്കുന്ന വായുവിന് തിരിച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതിലും കുറേ ടോക്സിൻസ് നമ്മുടെ പുറത്ത് പോകും. ടോക്സിൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കെമിക്കൽ വേസ്റ്റ് ആണ്. നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആണ്, വേസ്റ്റ് ആണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ബ്ലോക്ക്ഡ് ആണെങ്കിൽ നമുക്കത് ക്ഷീണമായിട്ടായിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക. പക്ഷെ പലപ്പോഴും നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് നോർമൽ ആയിരിക്കും. പക്ഷേ അപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടുകാരെന്ന് പറയും, ഇവർക്ക് രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യാൻ മടിയായിട്ട് ഇവൾ കിടന്നുറങ്ങുന്നത്, അല്ലെങ്കിൽ ഇവൾക്ക് ക്ഷീണം, ഇവൾ ചുമ്മാ പറയുന്നതാ, ഇവൾക്ക് ക്ഷീണമൊന്നും ഇല്ല. അല്ലെങ്കിൽ പുരുഷനെ ആണെങ്കിൽ പറയും, ഓ പിന്നെ
എന്ത് ക്ഷീണം, ഞങ്ങളുടെ പ്രായത്തിൽ ക്ഷീണമൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ പല കോശങ്ങളും ശരിയായിട്ട് പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷീണമായിട്ടത് അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ പല കാരണങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിതിൽ ഏത് കാരണമാണ് നമ്മളെ എഫക്റ്റ് ചെയ്തതെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും മടിയുണ്ടായത് കൊണ്ടല്ല നമുക്ക് ക്ഷീണം തോന്നുന്നത്, നമ്മൾ ഓവർവെൽഡ് ആണ്. നമ്മുടെ ശാരീരികമായിട്ട് ടോക്സിൻസ് ഓവർലോഡ് ഉണ്ട്, മാനസികമായിട്ട് ടെൻഷൻസും ബാക്കി കാര്യങ്ങളും ഒരുപാട് നടക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ ക്ഷീണം അനുഭവിക്കുന്നത്. അപ്പോൾ ക്ഷീണം ഒരു സിംറ്റം മാത്രമാണ്. നമ്മുടെ ബോഡിയും മൈൻഡും നമ്മുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, ദയവ് ഇത് ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ ക്ലിയർ ചെയ്യൂ, ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സിംറ്റം മാത്രമാണ്. അപ്പോൾ അതിനെ അസസ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് ഇതിന് പ്രിവെൻഷനായിട്ട് എന്തൊക്കെ ചെയ്യാം? നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. പലപ്പോഴും യങ്സ്റ്റേഴ്സിൽ പ്രശ്നം വരുന്നതിട്ട് ഈ ഫാറ്റ് ഡയറ്റ്സ് ഉണ്ടല്ലോ, അതായത് കുറച്ചാൾ ഞാൻ മെലിയാൻ വേണ്ടി ഒന്നും കഴിക്കില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും കഴിക്കും, അപ്പോൾ വീണ്ടും വണ്ണം വയ്ക്കും, വീണ്ടും മെലിയും. ഈ ഒരു പ്രോസസ്സ് നമുക്ക് നല്ലതല്ല. നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ്, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചൂസ് ചെയ്ത് അതിനോടുകൂടെ മുന്നോട്ട് പോവാം. അപ്പോൾ അതിൽ മെറ്റബോളിക് ഫാക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വേറെ നമ്മുടെ പ്രായം ഇമ്പോർട്ടൻ്റ് ആണ്, ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിന് ഉറങ്ങുക. അപ്പോൾ രാത്രി നമുക്ക് ഈ നെറ്റ്ഫ്ലിക്സ് ഇതൊക്കെ കാണുന്ന ഒരു പരിപാടി, നെറ്റ്ഫ്ലിക്സ് മാത്രമല്ല കേട്ടോ, ഏത് OTT ആണെങ്കിലും ശരി, ഈവൻ യൂട്യൂബ് ആണെങ്കിൽ പോലും നമുക്ക് രാത്രി ഇരുന്ന് കാണുന്നൊരു ശീലമുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വേറൊരു ടൈമിലേക്ക് അലോട്ട് ചെയ്യുക. ഒരു വീക്കെൻഡ് ആയിക്കോട്ടെ, നമുക്ക് അങ്ങനെ ചെയ്യാമല്ലോ. അപ്പം ഈ രാത്രി ഉറക്കം ഉളയ്ക്കുന്നത് നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. കാരണം അത് നമ്മളെ ഒത്തിരി പ്രതിസന്ധിയിലേക്കാക്കും, നമ്മുടെ കോശങ്ങളെ, നമ്മുടെ ശരീരത്തിനെ, മനസ്സിനെ. നമ്മുടെ ഏജും കൂട്ടും പെട്ടെന്ന്. പിന്നെ മൂന്നാമത്തെ കാര്യം, നമുക്ക് എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. കാരണം അതായിരിക്കും ഏറ്റവും നമ്മുടെ ശരീരത്തിനെ അലട്ടുന്നൊരു പ്രശ്നം. പ്രത്യേകിച്ചും പ്രീ ഡയബറ്റിക്സ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആൾക്കാർ, തൈറോയിഡിന് പ്രോബ്ലം ഉള്ള ആൾക്കാർ, ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർ, ഇവർക്കെല്ലാവർക്കും ആ ഒരു അണ്ടർലൈൻ പ്രോബ്ലം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഈ ക്ഷീണം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും എന്താ വരുന്നത്, കുറേ കാലമായി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണമാണെന്നൊക്കെ പറയുന്നു. നമ്മളൊരു റൂട്ട് കോസ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാവും. അപ്പോൾ അവിടെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കഴിയുന്ന നമ്മുടെ ആരോഗ്യ സംരക്ഷണമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അപ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ ഒരു പ്രശ്നം വന്നാൽ നമുക്കത് പരിഹരിക്കാനും സാധിക്കും. താങ്ക് യു.